സമയത്ത് അറിയില്ല നിങ്ങൾ കയറിയത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വൃത്തങ്ങളും കോണുകളും എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് മക്കളെ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററായ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ നിങ്ങൾ നേരെ പഠിച്ചില്ലേ? ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വീണ്ടും 2 ചാപ്റ്ററുകൾ വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ വളരെ കൃത്യമായി ഈ ചാപ്റ്റർ പഠിച്ചിരിക്കണം. കാരണം എന്നാൽ ഈ ചാപ്റ്റർ നേരെ മനസ്സിലാക്കുമ്പോഴാണ് അടുത്ത 2 ചാപ്റ്ററുകൾ എൻ്റെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ കൃത്യമായി പഠിക്കണം. സാറ് നിങ്ങൾക്ക് ഓരോ പോയിന്റുകളും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ എൻ്റെ കൂടെ കൂടണം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും ഞാൻ വാങ്ങിത്തരും എന്ന ഉത്തമ ബോധത്തോടെ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ റെഡിയല്ലേ? യെസ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ഇതാണ് മക്കളെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. നിങ്ങൾ 9ാം ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കിൾസ്, വൃത്തങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ആ പോയിന്റ് വെച്ചാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റ് മറ്റൊന്നുമല്ല മക്കളെ, ആർക്ക്. എന്താണ് മക്കളെ ആർക്ക്? ആർക്ക് എന്താണ് എന്നാണ് പറയുന്നത്. നേരെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ ശ്രദ്ധിച്ചിരിക്കൂ മക്കളെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇതാണ്, നേരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾക്കൊരു വൃത്തമുണ്ട്, വൃത്തം, സർക്കിൾ എന്താണെന്ന് ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും സർക്കിൾസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. മക്കളെ നിങ്ങൾക്ക് ആദ്യമായി ഞാൻ പഠിപ്പിച്ചു തരുന്നത് ആർക്ക് എന്താണ് എന്നാണ്. മൊത്തമായിട്ടൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിലെ ഒരു പാർട്ട്, ആ സർക്കിളിലെ ഒരു ഭാഗം, നമ്മളിപ്പോൾ ഒരു വള പൊട്ടിച്ചില്ലേ, ആ വളയിലെ ഒരു പൊട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക്. എൻ്റെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? നമ്മളെ കയ്യിലൊക്കെ ഇടുന്ന വളല്ലേ, ആ വളയിലെ ഒരു പൊട്ട്, ഒരു പീസ്, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം, ആ കഷ്ണത്തിന് മക്കളെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ആർക്ക്. ഈ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്ക്. ഇതിനെ പറയുന്ന പേരാണ് ആർക്ക്. ക്ലിയർ അല്ലേ? ആർക്ക്. ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം. നമുക്കറിയാം ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാപം. ക്ലിയർ അല്ലേ? ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയും. വൃത്തത്തിൽ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? യെസ്. ഇതുപോലെ വൃത്തത്തിന്റെ വേറൊരു ഭാഗം കൂടെ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ശ്രദ്ധിക്കണം. ഇതിൽ വേറൊരു പാർട്ടും കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേര് ഇതും എന്ത് തന്നെയാണ്? എൻ്റെ കുട്ടികൾ ഇതൊന്ന് നോക്കൂ. ഇതും എന്ത് തന്നെയാണ്? ചാപം തന്നെയാണ്. ഇതിനെ നമ്മൾ പറയുന്നു ഓൾട്ടർനേറ്റീവ് ആർക്ക്. ഓൾട്ടർനേറ്റ് ആർക്ക്, മറ്റേ ആർക്ക്, അതായത് ഇതല്ലാത്ത വേറെ ചാപം, മറുചാപം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? സോ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. ഇതിനെ പറയുന്ന പേരാണ് മക്കളെ ആർക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? ആർക്ക്. ഇതാണ് ആർക്ക്. ഇതാണ് ഓൾട്ടർനേറ്റീവ് ആർക്ക്, മറുചാപം. ക്ലിയർ അല്ലേ? സോ ഇനി ഇതെല്ലാം നിങ്ങൾ 9ാം ക്ലാസ്സിൽ വളരെ കൃത്യമായി പഠിച്ചതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിള്, ഈ കോണിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ സെൻട്രൽ ആംഗിൾ. ഇതിനെ പറയുന്ന ഇതാണ് സെൻറ്റർ അല്ലെ? ഇതാണ് സെൻറ്റർ. ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. എന്താ പറയുക? സെൻട്രൽ ആംഗിൾ. ക്ലിയർ അല്ലേ? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രകോൺ. ക്ലിയർ അല്ലേ മക്കളെ? ഈ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളില്ലേ, ഇത് ഓൾട്ടർനേറ്റീവ് ആർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടാക്കുന്ന
ഈ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ കോണിന് നമ്മൾ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ ഇത് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇത്ര മാത്രമേ നിങ്ങൾ പഠിക്കണ്ടുള്ളൂ. നോക്കിയിരുന്നോളൂ, ഇത്ര മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് മക്കളെ സെൻട്രൽ ആംഗിൾ. ക്ലിയർ അല്ലേ? ഇതാണ് ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. രണ്ട് ആംഗിൾ ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷനാണ് മക്കളെ നിങ്ങൾക്ക് SSLC എക്സാമിന് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ആണ് വരിക. സോ ശ്രദ്ധിച്ചോളൂ. ഇവിടെ സെൻട്രൽ ആംഗിൾ ഒരു എക്സ് എന്ന് ഞാൻ വെറുതെ എടുക്കുകയാണ്, നമുക്കറിയില്ല എക്സ് ആണെന്ന് ഞാൻ എടുത്തു. സെൻട്രൽ ആംഗിൾ ഞാൻ എത്ര മക്കളെ എടുത്തത്? എക്സ്. ക്ലിയർ അല്ലേ? സെൻട്രൽ ആംഗിൾ ഇവിടെ ഞാൻ എടുത്തത് ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ അല്ലേ? സെൻട്രൽ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. എന്ന് പറഞ്ഞാൽ കേന്ദ്രകോണിന്റെ, ഇതാണ് മക്കളെ കേന്ദ്രകോൺ, ഇതിന്റെ നേരെ പകുതി, നേരെ ഹാഫ് എഴുതിയാൽ മതി. എവിടെ? ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. ക്ലിയർ അല്ലേ? സോ എൻ്റെ മക്കൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ എന്ത് ആംഗിൾ ആണോ എഴുതുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നേരെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇവിടെ സെൻട്രൽ ആംഗിൾ ഇതാണെന്ന് മാർക്ക് ചെയ്തു. ഇത് സെൻട്രൽ ആംഗിളാ. ഇതാണ് മക്കളെ ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ എന്ന് വിചാരിച്ചോ. ഇതാണ് ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. എൻ്റെ കുട്ടികൾ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. ഇവിടെ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ഇതായിരിക്കും. സെൻട്രൽ ആംഗിൾ, ഇവിടെ സെൻട്രൽ ആംഗിൾ 100 എന്ന് തരും. എടാ സെൻട്രൽ ആംഗിൾ 100 എന്ന് തരും. അങ്ങനെയാണെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ എത്രയാണ്? കേന്ദ്രകോണ് 100 ഡിഗ്രി തന്നിട്ടുണ്ട്. എത്രയാണ് കേന്ദ്രകോണ് തന്നിട്ടുള്ളത്? 100 ഡിഗ്രി. ഇതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത് അതിൻ്റെ നേരെ ഹാഫ് എഴുതിയേക്കുക. സെറ്റല്ലേ? സാറ് ഒന്നും കൂടെ പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കളെ നോക്കിയിരുന്നോളൂ. എൻ്റെ കുട്ടികൾ പറയൂ, എൻ്റെ കുട്ടികൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതേപോലെ ഒരു എക്സാമ്പിൾ പറയും, നിങ്ങൾക്ക് പറയാൻ പറ്റും. 100% ഷുവർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ 80 ഡിഗ്രിയാണ്, 80 സെൻട്രൽ 80. മക്കളെ ഇവിടെ എത്രയായിരിക്കും? പറയൂ, വരട്ടെ ആൻസർ വരട്ടെ. എത്രയായിരിക്കും? 40 ഡിഗ്രി. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും മക്കളെ ഓൾട്ടർനേറ്റീവ് ആർക്കാംഗിൾ. സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത് അതിൻ്റെ നേരെ ഹാഫ് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സാർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നേരെ തിരിച്ചു തരികയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കാം. ഇവിടെയാണ് തരുന്നത്. ഇവിടെ 40 ഡിഗ്രി തന്നാൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഒന്ന് പറയൂ. യെസ്, ഇവിടെ 80 ഡിഗ്രി. ഇതെല്ലാ ആളുകളും പറയും അല്ലേ? സെൻട്രൽ 80 തരികയാണെങ്കിൽ മറ്റു സ്ഥലത്ത് എത്രയായിരിക്കും? 40. എടാ ഒന്നാമത്തെ പോയിന്റ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? സോ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആർ യു ഹാപ്പി? യെസ്. സോ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 1 സാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ ഒരു ഫിഗറിൽ O എന്ന് പറയുന്നത് സർക്കിളിന്റെ കേന്ദ്രമാണ്, സെന്റർ ആണ് അല്ലെ? ACB എന്ന് പറയുന്നത് ACB എന്ന് പറയുന്നത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. എത്രയാടാ ACB തന്നിട്ടുള്ളത്? 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് AOB എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എത്രയെന്നാണ് മക്കളെ നമ്മളോട് ചോദിച്ചത്. ഇതിൻ്റെ കേന്ദ്രകോണാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾക്കറിയാം ഇവിടെ 60 ഡിഗ്രി വന്നാൽ കേന്ദ്രത്തിൽ സെൻട്രൽ എത്രയായിരിക്കും മക്കളെ? നേരെ നോക്കിയിരുന്നോളൂ. AOB
AOB എന്ന് പറഞ്ഞ ഈ കേന്ദ്രകോണ് മക്കളെ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എത്ര ഡിഗ്രി ആണോ വരുന്നത് അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ക്ലിയർ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇവിടെ എത്രയാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ നേരെ ഡബിൾ എഴുതുക. മക്കളെ മനസ്സിലായോ? ഇത് പഠിച്ചു വെക്ക്. എക്സാമിന് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരക്കാനുള്ള ക്വസ്റ്റ്യൻ പോലും വരുന്നത് അല്ലേ? സോ എൻ്റെ കുട്ടികൾ ഇത് പഠിച്ചേ പറ്റൂ. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ മോഡലിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയൂ ഇതിൻ്റെ ആൻസർ എത്രയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി മനസ്സിലാക്കിയ മക്കളെ നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, അതാ വരുന്നു, ആൻസറുകൾ വരുന്നുണ്ട്. വരട്ടെ. യെസ്, പറഞ്ഞോളൂ. ആംഗിൾ പി സി ക്യു എന്ന സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ, ആംഗിൾ പി സി ക്യു എന്ന കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? നിങ്ങൾ പറയൂ. എത്രയായിരിക്കും പി സി ക്യു? ഇവിടെ 36 ഡിഗ്രി അല്ലേ? 36ന്റെ ഡബിൾ, 36ന്റെ ഇരട്ടി എത്രയെന്ന് നോക്കിയാൽ മതി. എടാ പറടാ 36ന്റെ ഇരട്ടി എത്രയെന്ന് പറ മക്കളെ. 36ന്റെ ഇരട്ടി എത്ര? 62? അല്ല, 36ന്റെ ഇരട്ടി എത്രയാണ്? 72. ഇവിടെ സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമല്ല. ഇതാണ് മക്കളെ 72 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇതാ പറഞ്ഞ നിങ്ങൾ സർക്കിൾസ് ആണ് എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ, നമ്മൾ പുതിയ സിനിമയിലില്ലേ, ഞാനല്ലാതെ പിന്നാര്? യെസ്, ഞങ്ങളല്ലാതെ പിന്നാര്? യെസ്. പി സിക്ക് എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രി. മക്കളെ ഈ ചാപ്റ്റർ ആദ്യം മുതൽ എൻ്റെ മക്കൾ പഠിക്കുന്നില്ലേ? യെസ്, ഫസ്റ്റ് 2 ക്വസ്റ്റ്യനും പച്ചവെള്ളം പോലെ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? യെസ്. സോ നമ്മൾ 3rd ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. യെസ്. സോ 3rd ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമുക്കൊരു പുതിയ ടോപ്പിക്ക് കൂടെ പഠിച്ച ശേഷം ഇതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാം. വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത്. സോ വെറൈറ്റി ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്ക്. നിങ്ങൾ വളരെ കൃത്യമായി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച ഒരു ടോപ്പിക്കാണ് കോഡിലേറ്ററൽ. മക്കളെ എന്താണ് ആ കോഡിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്കറിയാം. കോഡിലേറ്റർ ചതുർഭുജം, 4 വശങ്ങൾ, ഇങ്ങനെ ഒരു ഷേപ്പ്. ക്ലിയർ അല്ലേ? കോഡിലേറ്റർ എന്താണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം അല്ലേ? ഒരു കോഡിലേറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ, സ്ക്വയർ, ചതുരം, സമചതുരം, ഇങ്ങനെയൊക്കെ പറയാം. അതാണ് കോഡിലേറ്റർ. മക്കളെ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കോഡിലേറ്റർ ഇവിടെ വെറുതെ വരച്ചു. ഒരു കോഡിലേറ്റർ വരച്ചു. ഈ കോഡിലേറ്ററിന് എത്ര കോർണറുകൾ അല്ലെങ്കിൽ വെർട്ടെക്സുകൾ അല്ലെങ്കിൽ മൂലകൾ ഉണ്ടാവും മക്കളെ? 1 2 3 4 4 വെർട്ടെക്സുകളാണ് മക്കളെ. ഈ കോഡിലേറ്ററിന് എത്ര വെർട്ടെക്സുകളാണ്? 4 വെർട്ടെക്സുകൾ. ഇങ്ങനെ ഒരു 4 വെർട്ടെക്സ് ഉള്ള ഒരു കോഡിലേറ്റർ നമ്മൾ വരച്ചു. ഇതിൻ്റെ 4 വെർട്ടെക്സുകളും 4 മൂലകളും സർക്കിളിൽ, വൃത്തത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ സൈക്ലിക് കോഡിലേറ്ററൽ, ചക്രീയ ചതുർഭുജം. മക്കളെ പേരാണ്, നമ്മൾ പഠിച്ചു വെച്ചോളൂ. ഇതിൻ്റെ പേരാണ് ചക്രീയ ചതുർഭുജം. ക്ലിയർ അല്ലേ? ചക്രീയ ചതുർഭുജമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചക്രീയ ചതുർഭുജം അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. എങ്ങനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് നമുക്ക് പഠിക്കാൻ പോവാം. നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. നേരെ മനസ്സിലാക്കിക്കോളൂ. ഇഫ് all the 4 vertices of a quadrilateral lay on a circle. നോക്കൂ, ഞാനിവിടെ ഒരു കോഡിലേറ്ററുകൾ വരച്ചു. വരച്ചിട്ടുണ്ട്. ഒരു കോഡിലേറ്റർ. ഇതിൻ്റെ എല്ലാ കോർണറുകളും സർക്കിളിൽ ഇങ്ങനെ ടച്ച്
ചെയ്യുകയാണെങ്കിൽ മക്കളെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ എന്ത്? സൈക്ലിക് കോർഡിലേറ്റർ. മക്കളെ പഠിച്ചോളൂ, ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു കോർഡിലേറ്ററിന്റെ 4 വെർട്ടെക്സുകളും സർക്കിളിൽ 4 മൂലകളും സർക്കിളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾ പറയും. ഞാനിവിടെ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചു, ഞാനിവിടെ ഒരു കോർഡിലേറ്ററും വരച്ചു, ഞാനിവിടെ ഒരു കോർഡിലേറ്ററും വരച്ചു. ഇതാണ് ഞാൻ വരച്ച കോർഡിലേറ്റർ. ഇത് സൈക്ലിക് ആണോ? ഇത് സൈക്ലിക് ആണോ? നിങ്ങൾ പറയൂ. അല്ല അല്ല അല്ല. എന്തുകൊണ്ടല്ല? എടാ, ഇത് നിങ്ങൾക്ക് പറയാം ഇത് സൈക്ലിക് അല്ല എന്ന് പറയാം. കാരണം ഇത് സർക്കിളിൽ ടച്ചാണ്, ഈ കോർണർ സർക്കിളിൽ ടച്ചാണ്. ഇതും ടച്ചാണ്, ഇതും എന്താണ്? ടച്ചാണ്. പക്ഷേ ഈ കോർണറിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്റ്റൈലായിട്ട് വെർട്ടെക്സ് മൂലകൾ, ഈ മൂല ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതെന്തല്ല? സൈക്ലിക് അല്ല. മക്കളെ മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്. സോ ഈ പോയിന്റ് പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എക്സാം വ്യൂ പോയിന്റിൽ ഈ രണ്ടാമത്തെ പോയിന്റാണ് മക്കളെ പഠിക്കേണ്ടത്. ഈ ഒന്നാമത്തെ പോയിന്റ് അല്ല. എക്സാം വ്യൂ പോയിന്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടാമത്തെ പോയിന്റാണ്. ക്ലിയർ അല്ലേ? യെസ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. നേരെ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ നേരെ ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ മാത്രമേ മനസ്സിലാവൂ. ഇത് സൈക്ലിക് കോർഡിലേറ്റർ ആണ് എന്നുള്ളതിൽ ഡൗട്ടില്ലല്ലോ. കാരണം നോക്കൂ, എ സർക്കിളിലാണ്, ബിയും സർക്കിളിലാണ്, സിയും ഡിയും സർക്കിളിലെ പോയിന്റാണ്. നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോർഡിലേറ്റർ ആണ്. സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ, ഓപ്പോസിറ്റ് കോണുകൾ, ഓപ്പോസിറ്റ് കണ്ടോ, ഈ എന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോണാണ് സി. എയും സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മക്കളെ 180 ഡിഗ്രിയാണ്. സൈക്ലിക് കോർഡിലേറ്റർ, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡിലേറ്റർ. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. മക്കളെ പഠിച്ചു വെച്ചോളൂ. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ, ഒരു സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ആഡ് ചെയ്താൽ ഒന്നും നോക്കണ്ട മക്കളെ, അത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു സൈക്ലിക് കോർഡിലേറ്റർ ഇതാണ് മക്കളെ സൈക്ലിക് കോർഡിലേറ്റർ. ഇതിൽ എയും സിയും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 180. നിങ്ങൾ പറയണം, നിങ്ങൾ പറയേ, ഇതിൽ ഏതോ ഒന്നുകൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. ഏതാണത്? ഇതാ ബി. ബി ബി അല്ലേ? ഡി ഓപ്പോസിറ്റ് അല്ലേ മക്കളെ? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. മക്കളെ പഠിച്ചു വെച്ചോളൂ. സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. യെസ്, ലെറ്റ്സ് മൂവ് ദ പ്രോബ്ലം. യെസ്, ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് PYQ. മക്കളെ, ഞാൻ ആദ്യമായി തന്നെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു PYQ എടുത്തിടുകയാണ്. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. യെസ്, ഇത് ആദ്യം ഒരു കോർഡിനേറ്റർ കിട്ടിയാൽ നിങ്ങൾ നോക്കേണ്ടത് മക്കളെ ഇത് സൈക്ലിക് ആണോ എന്നാണ്. ഇത് സൈക്ലിക് ആണോ? നിങ്ങൾ പറയൂ, ഇത് സൈക്ലിക് ആണോ? യെസ്, വെരി ക്ലിയർ ദാറ്റ് ദിസ് ഈസ് സൈക്ലിക് ബിക്കോസ് എ സർക്കിളിലെ പോയിന്റ് ആണ്, ബി സർക്കിളിലെ പോയിന്റ് ആണ്, സി സർക്കിളിലെ പോയിന്റ് ആണ്, ഡി സർക്കിളിലെ പോയിന്റ് ആണ്. ഇത് ചക്രീയ ചതുർഭുജമാണ്. ഇത് ചക്രീയ ചതുർഭുജമാണ് മക്കളെ, ഇത് ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ആണ്. ക്ലിയർ അല്ലേ? സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ ഈ സി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം എന്നാ ഞാൻ പറഞ്ഞത്? 180. സോ ഇവിടെ നിങ്ങളൊന്ന് പറയൂ, എ എത്ര ഡിഗ്രി ആയിരിക്കും? കണ്ടോ, ഈ ഒരു ആംഗിൾ ഇങ്ങോട്ട് നോക്കൂ, ഈ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. സോ ആംഗിൾ എ എന്ന് പറയുന്നത് 180 മൈനസ് 110 70 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? 70 ഡിഗ്രി ആയിരിക്കും. സോ വെരി ഈസിയാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി.
ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 150 കിട്ടണം. സോ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 150 കിട്ടണം എന്നുണ്ടെങ്കിൽ 180 ഈ 110 മൈനസ് ചെയ്താൽ പോരെ ഇത് കിട്ടാൻ. ക്ലിയർ അല്ലേ? സോ എങ്കിൽ ഞാൻ ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താം. നിങ്ങൾക്ക് പറ്റുമോ നോക്കൂ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര? 180 മൈനസ് 120. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് PYQ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെയാണ് മക്കളെ എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇൻ ദ ഫിഗർ O is the, ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെയാണ് മക്കളെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. ചിത്രത്തിൽ O എന്ന് പറയുന്നത് കേന്ദ്രകോണാണ്. ആംഗിൾ AQB, കോൺ AQB എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. മക്കളെ നിങ്ങൾ പറയണം ആംഗിൾ APB എത്ര. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്ക്, നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ മക്കളെ. ഞാൻ പറയുന്നതിലേക്ക് നേരെ നോക്കിയിരുന്നോളൂ. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ലെറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കോഡ് ലെറ്റർ മാർക്ക് ചെയ്യുന്നത്. നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ ഒരു കോഡ് ലെറ്റർ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച്. എല്ലാ പോയിന്റുകളും കണ്ടോ, ഈ പോയിന്റ് സർക്കിളിലാണ്, ഈ പോയിന്റുകളെല്ലാം വൃത്തത്തിലാണ്. ഈ ചതുർഭുജത്തിന് നമ്മൾ പറയുന്ന പേരാ മക്കളെ സൈക്ലിക്, ചക്രീയ ചതുർഭുജം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇത് ഈ APBQ ഇതിന് പറയുന്ന പേരാണ് സൈക്ലിക്. നമ്മൾ ഇനി നോക്കേണ്ടത് ഈ സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാടാ? സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് കോണുകൾ കൂട്ടിയാൽ ഒന്നും നോക്കണ്ട, 180 ഡിഗ്രിയാണ്. സോ നമ്മളോട് എ ക്വസ്റ്റ്യൻ ആംഗിൾ APB എത്രയാണ് എന്നാണ് ചോദിച്ചത്. അല്ലെ? ആംഗിൾ APB എത്ര ഡിഗ്രിയാണ്? ഇവിടെ 70 ഡിഗ്രി. അതെങ്ങനെ കിട്ടിയത്? ടോട്ടൽ കൂട്ടിയാൽ 180 കിട്ടണം. 110 ഇവിടെ ഉണ്ട് അല്ലേ? ഇനി 180 ആവാൻ 70 കൂടെ. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എക്സാമിന് 180 മൈനസ് 110 70 ഡിഗ്രി. 70 ഡിഗ്രി കിട്ടിയല്ലേ? ഇനി നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് ആണ് മിക്സ് ആക്കിയിട്ടാണ് എക്സാമിന്, ഇതുപോലെ മിക്സ് ആക്കിയിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. മക്കളെ ഈ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ എത്രയായിരിക്കും? നേരെ നോക്കിക്കോളൂ. ഇതാണ് ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ. മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണിത് അല്ലേ? ഇതിൽ ഡൗട്ടില്ലല്ലോ. ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് ആംഗിള് എത്ര ഡിഗ്രിയാണോ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇത് അല്ലേ? സോ ആംഗിൾ AOB എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഡബിൾ ആയിട്ടുള്ള 140 ഡിഗ്രി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും മക്കളെ. ക്ലിയർ അല്ലേ? ഈ മാർക്ക് എൻ്റെ കുട്ടികൾക്ക് കിട്ടില്ലേ? ഈ മാർക്ക് കിട്ടണം. ഇത് നേരെ മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ കുട്ടികളൊന്ന് പഠിച്ചേ. ക്ലിയർ അല്ലേ? യെസ്, രണ്ടാമത്തെ ചാപ്റ്റർ അതിഗംഭീരമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിലെ മുഴുവൻ മാർക്കും നിങ്ങൾ ഉറപ്പിച്ചേ പറ്റൂ മക്കളെ. ഇതിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടണം. ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്ത ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ആർ യു റെഡി? യെസ്. ഇതേപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ മക്കളെ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്. എന്താണ് ക്വസ്റ്റ്യൻ? ആംഗിൾ ACB എത്ര? എടാ ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ ഈ കോൺ എത്ര ഡിഗ്രിയാണ് എന്ന്. ക്ലിയർ അല്ലേ? ആംഗിൾ ACB മക്കളെ നിങ്ങൾ പറയൂ. നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സെൻട്രൽ ആംഗിൾ 140 ആണെങ്കിൽ ACB എന്ന് പറയുന്നത് 140ൻ്റെ പകുതിയായിരിക്കും അല്ലേ? സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത് അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ. സോ ദിസ് ഈസ് 70. ACB കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ACB എത്രയാണെന്നാണ് അല്ലേ മക്കളെ? നിങ്ങൾ പറയൂ അടുത്ത ക്വസ്റ്റ്യൻ ADB എത്രയെന്നാണ്? ADB മക്കൾ ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു
എ സർക്കിളിലെ പോയിന്റ് ആണ്, ഡി സർക്കിളിലെ പോയിന്റ് ആണ്, ബി സർക്കിളിലെ പോയിന്റ് ആണ്, സിയും സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ ഇതാണ് മക്കളെ ചക്രീയ ചതുർഭുജം. സൈക്ലിക് കോർഡിലേറ്ററൽ. സൈക്ലിക് കോർഡിലേറ്ററൽ. സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച ആൻസർ എഴുതിക്കൊണ്ടു. സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര വരുമടാ? 110. ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ ഒന്നും നോക്കണ്ട, 180 ഡിഗ്രി ആയിരിക്കും. 70 ഇനി 180 ആവാൻ എത്ര വേണം? 110. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? നിങ്ങളെല്ലാവരും 9ാം ക്ലാസ്സിൽ പേടിച്ചൊരു ചാപ്റ്ററാണ് സർക്കിൾസ് അല്ലേ? 9ാം ക്ലാസ്സിൽ നിങ്ങൾ പേടിച്ചിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സാറേ, ഞങ്ങൾക്ക് സർക്കിൾസ് ബുദ്ധിമുട്ടാണ് സാറേ. ഇതാ 10ാം ക്ലാസ്സിൽ മാറ്റിമറിച്ചുകൊണ്ട് സർക്കിൾസ്, വൃത്തങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഈസി അല്ലേ? നിങ്ങൾ പറയൂ, ഈസി അല്ലേ? എടാ എന്താടാ ബുദ്ധിമുട്ട്? ഈ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ലേ? ഇതാടാ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ SSLC എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചത്. യെസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്. വേഗം ഒന്ന് ആൻസർ ചെയ്താം. ആംഗിൾ ADC എത്ര ഡിഗ്രിയാണ്? ഇവിടെ AOC എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ, AOC എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ADC എന്ന് പറയുന്നത് ഒന്നും നോക്കണ്ട. ഞാൻ ഇനി സ്റ്റെപ്പ് എഴുതുന്നില്ല, ഇനി സ്റ്റെപ്പ് വേണ്ട. സ്റ്റെപ്പ് ഇടാൻ ഇതെന്താ ഡാൻസോ? സ്റ്റെപ്പ് വേണ്ട, ഇനി സ്റ്റെപ്പ് വേണ്ട. ഡയറക്റ്റ് ആൻസർ അല്ലേ? ഡയറക്റ്റ് ആൻസർ. 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒന്നും നോക്കണ്ട, 50. എല്ലാത്തിനും ഇങ്ങനെ സ്റ്റെപ്പ് ഇടാനൊന്നും നിൽക്കണ്ട. ഇവിടെ 100, അവിടെ 50. ക്ലിയർ അല്ലേ? ഇതാ നോക്കൂ, സെൻട്രൽ ആംഗിൾ 100, ഇവിടെ 50. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130. അതെങ്ങനെ 130 കിട്ടി? ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. യെസ്. സോ ആൻസർ എഴുതി വെച്ചോളൂ, ആൻസർ എഴുതി വെച്ചോളൂ. ആംഗിൾ ADC എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? ആംഗിൾ ABC എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 130 ഡിഗ്രിയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഞാനിങ്ങനെ ഡോസ് കൂട്ടി കൂട്ടി വരികയാണ്. സോ ഹെവി ഡോസിലേക്ക് പോവുകയാണ് മക്കളെ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നോളൂ. മാരക ക്വസ്റ്റ്യൻ, ടഫുള്ള ക്വസ്റ്റ്യൻ. ടഫുള്ള ക്വസ്റ്റ്യൻ ബ്യൂട്ടിഫുൾ ആയിട്ട് പവർഫുൾ ആയിട്ട് പഠിക്കുമ്പോഴാണ് മക്കളെ നിങ്ങൾ മരണമാസാവുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു വലിയ രസം ഉണ്ടാവില്ല. ടഫുള്ള ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് മനസ്സിലാവണം, അതാണ് നമ്മളെ ഹൈലൈറ്റ്. ടഫുള്ള ക്വസ്റ്റ്യൻസ്. യെസ് മക്കളെ, നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. എൻ്റെ മക്കൾ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. എക്സാമിന് റിപ്പീറ്റായി ചോദിച്ച വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, നേരെ നോക്കിയിരുന്നോളൂ, നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ ACB എത്രയാണ്, ADB എത്രയാണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിത് ആദ്യം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരും മക്കളെ, നോക്കിക്കോളൂ. ഇത് ഡൗട്ടില്ല, ഇതാണ് സെൻട്രൽ ആംഗിൾ. നോക്കിക്കോളൂ കേട്ടോ. ഈ ACB എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണെന്ന് ഡൗട്ടില്ലല്ലോ. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 40. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലടാ, സെറ്റ് അല്ലടാ. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40. നോക്കൂ, കണ്ടോ? നോക്കൂ, നോക്കൂ. ക്ലിയർ അല്ലേ? സോ ഞാൻ ആദ്യത്തെ ആൻസർ എഴുതുകയാണ്. ആംഗിൾ ACB എന്ന് പറയുന്നത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, 40 ഡിഗ്രി. 40 ഡിഗ്രി. ക്ലിയർ അല്ലേ? അതേപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് സെൻട്രൽ ആംഗിൾ ആണ്, ഇത് മക്കളെ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ ആണ്. ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി. മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി മക്കള്, എൻ്റെ മക്കള് ഇങ്ങോട്ട് നോക്കൂ. ഇതെത്ര ഡിഗ്രിയാ? നമ്മൾ 8ാം ക്ലാസ് മുതൽ
വെരി ഈസി ആയി പഠിച്ചതാണ് ലീനിയർ പെയേഴ്സ് അല്ലേ. ലീനിയർ പെയേഴ്സ്. എന്താ ലീനിയർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ രേഖീയ ജോഡികൾ. രേഖീയ ജോഡികൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം 180. സോ ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 കിട്ടണം. സോ വെരി ഈസി. ഇത് 140. നോക്കൂ അതാ ഇതൊരു ലൈന് അല്ലേ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ വേറെ ലൈന്. ഇതാടാ രേഖീയ ജോഡി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. സോ അതേപോലെ എൻ്റെ മക്കളൊന്ന് പറഞ്ഞാൽ ഇവിടെ 40 ആണ്. ഇവിടെ എത്ര? 140. സോ ACB നമ്മൾ എഴുതി. ADBയും നമുക്ക് എഴുതാൻ പറ്റും. ADB എത്ര ഡിഗ്രിയാണ് ഒന്ന് പറഞ്ഞാൽ. ADB എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത്? 40. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ADP എത്രയാണെന്നാണ്. ADP അതും നമുക്ക് പറയാൻ പറ്റും. ADP ഏതാണ്? ഇതാണ് ADP. ADP അറിയാത്തവർ നോക്കിക്കോളൂ കേട്ടോ. ADP ഇത് 140. അതാണ് ഞാൻ പറഞ്ഞ ലീനിയർ പെയേഴ്സ്. 140. ക്ലിയർ അല്ലേ? 140. ഇനി ബി ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നേരെ നോക്കിക്കോളൂ. ഇവിടെ ഒരു ചതുർഭുജം കണ്ടോ? ഇവിടെ ഒരു ചതുർഭുജം കണ്ടോ? ഈ ചതുർഭുജത്തിലെ മുഴുവൻ കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. മക്കളെ പഠിച്ചു വെക്കടാ. ഒരു ചതുർഭുജത്തിലെ മുഴുവൻ കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഒരു ചതുർഭുജത്തിലെ മുഴുവൻ കോണുകളും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180. സോ ഇവിടെ നമുക്ക് 140 ഓൾറെഡി ഉണ്ട്. 280 ഈ കൂട്ടിലുണ്ട്. ഇതൊരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ 280 ഉണ്ട് അല്ലേ. ഇതാ കണ്ടോ? ഈ ചതുർഭുജത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 280 ഉണ്ട്. ഇനി നിങ്ങളോട് ചോദിച്ചത് ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്രയാണെന്ന്. ടോട്ടൽ 360 കിട്ടണം. 280 അല്ലടാ കണ്ടോ? ഇവിടെ 280 കിട്ടിയതാ. ഇത് രണ്ടും 280 കിട്ടി. ടോട്ടൽ 360 അല്ലേ. സോ 360 280 മൈനസ് ചെയ്താൽ മതി അല്ലേ. 280 മൈനസ് ചെയ്താൽ മതി. ഇത് എത്രയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ മക്കളെ. ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര ഡിഗ്രിയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. കണ്ടോ? 140 280 കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ വേണ്ടത് 360 ആണ്. ഇനി എത്ര ഡിഗ്രിയാണ്? ഇതും യെസ് ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടുക. നിങ്ങളാണ് ആൻസർ പറയേണ്ടത് മക്കളെ. ഇന്ന് നമ്മൾ പഠിച്ചത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ അതിഗംഭീരമായി നിങ്ങൾ പഠിച്ചു മക്കളെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇതുപോലെ ഈ ചാപ്റ്റർ നിങ്ങൾ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ മക്കളെ നിങ്ങൾക്കുള്ളതാണ് A+. നിങ്ങൾക്കുള്ളതാണ് A+. യെസ്, ഓരോ കുട്ടികൾക്കും ചാപ്റ്റർ കൃത്യമായി മനസ്സിലായി എന്ന ശുഭ വിശ്വാസത്തോടെ മക്കളെ ബൈ. Studio 6. Era che porta. Yes.